പേര് ചന്ദ്രശേഖരൻ. സ്ഥലം ആനമങ്ങാട്. ഇപ്പോൾ നമ്മുടെ KSSIയുടെ പ്രോഗ്രാമിന് വേണ്ടി വന്നതായിരിക്കും അല്ലേ? മാക്സിമനെ പറ്റി വല്ലതും അറിയാമോ? മാക്സിമലിൽ ഞാൻ മെമ്പറായിരുന്നു, പക്ഷേ അടുത്ത് സ്ഥിരമായിട്ട് പോകാറില്ല. എവിടെയായിരുന്നു സെൻറ്റർ? ആനമങ്ങാട് സെൻറ്ററിൽ. മണലായ. പിന്നെ മാക്സിമനെ പറ്റി എന്താണ് അഭിപ്രായം? മാക്സിമം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അതിന് സംശയമൊന്നുമില്ല. ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? ബ്രീത്ത് എക്സസൈസ് ഇതിൽ പ്രധാനമായിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ എക്സസൈസ് കൊണ്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ മാറി കിട്ടും. മെഡിസിൻ ഒഴിവാക്കാം, യാതൊരു സംശയമില്ല. സ്ഥിരമായിട്ട് പോകാൻ താങ്കൾക്ക് മറ്റേ പ്രഷർ, ഷുഗർ അതുമായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ സാധാരണ വീട്ടിൽ ബ്രീത്ത് എക്സസൈസ് ചെയ്യാറുണ്ട്. ഇതിന് വരുന്ന ഏതാനും ചില കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റും. കൃത്യമായിട്ട് പങ്കെടുക്കാൻ നല്ല എക്സ്പീരിയൻസ് ആണ്, യാതൊരു സംശയമില്ല. ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിൽ. എൻ്റെ ഒരു രാവിലത്തെ പ്രാർത്ഥനയും സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡെയിലി എനിക്ക് പോകാൻ കഴിയാറില്ല. അപ്പോൾ ഞാൻ ഇനി അത് സ്ഥിരമായിട്ട് പോകണം തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അടുത്ത മാസം കോട്ടക്കൽ ആയുർവേദശാലയിൽ 5-ാം തീയതി അഡ്മിറ്റാണ്. അതിനുശേഷം അഡ്മിറ്റ് ചെയ്യാൻ അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ വർഷവും അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അസുഖ ചികിത്സ എന്നുള്ള നിലയ്ക്ക് തന്നെ ബോഡി ഒന്ന് വാമാവാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള ആളാണ്. കാരണം വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തൊക്കെ ഞാൻ ചോദിച്ചറിയാറുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഹംസാജിയെ പരിചയപ്പെട്ട സമയത്ത് തന്നെ ഹംസാജിയെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷേപ്പല്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ഹംസാജിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു, നിങ്ങൾ മെക്സിക്കോയിൽ പോകുന്നുണ്ടോ? കുറഞ്ഞായിട്ട് നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് മാറി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും അതെന്താ വെച്ചാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. മാക്സിമം തുടർന്ന് ചെയ്യണമെന്നാണ് താല്പര്യം. അത് മൊത്തത്തിൽ എല്ലാ ജനങ്ങളും അത് ഉപയോഗിക്കണമെന്നാണ് താല്പര്യം. എല്ലാവരും ഇറങ്ങണം. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാക്സിമം കൊണ്ടുള്ള ഉദ്ദേശം വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന കുറേ വയസ്സന്മാരായിട്ടുള്ള ആൾക്കാർ ഇത് കൂട്ടായിട്ടാണ് ചെല്ലുമ്പോൾ അതിനൊരു ഇമ്പ്രഷനാണ്. രാവിലെ ഒരു 6 മണിക്ക് എല്ലാവരും കൂട്ടായിട്ട് ഒരു ഭാഗത്തേക്ക് കൂടുക. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന മാതിരി തോന്നും. കാരണം ഫ്രണ്ട്ഷിപ്പ് കൂടും, ഒരു പ്രാദേശികമായിട്ടുള്ള അടുപ്പം കൂടും. അപ്പോൾ അത് വളരെ നല്ലതാണ്. അപ്പോൾ തുടർന്ന് ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ.